നമസ്കാരം. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് 7 പേർ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. സ്ഫോടനത്തിൽ സ്റ്റേഷനും വാഹനങ്ങളും കത്തിയമർന്നു. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉൾപ്പെടെ അറസ്റ്റിലായവരിൽ നിന്നും ജമ്മു കാശ്മീർ പോലീസ് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. ഇവ പരിശോധിക്കുന്നതിനിടെ ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. അതിനിടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. വിവിധ തരം റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഒന്നിലും സ്ഥിരീകരണമില്ല. അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്നു. തഹസിൽദാർ അടക്കം ഉദ്യോഗസ്ഥരും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. പോലീസും ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സംഘവുമാണ് പരിശോധന നടത്തിയത്. സ്ഫോടനത്തിൽ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ഇന്ത്യൻ ആർമിയുടെ 92 ബേസ് ആശുപത്രിയിലും ഷെറി കശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വൈറ്റ് കോളർ തീവ്രവാദ മൊഡ്യൂൾ കേസിലെ അന്വേഷണത്തിനിടെ ഹരിയാനയിലെ ഫരീദാബാദിലെ ഒരു ഡോക്ടറുടെ വാടക വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിടിച്ചെടുത്ത 360 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും ഈ പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. വൻ സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവ സ്ഥലത്തു നിന്നും 300 അടി അകലെ വരെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെ തീ പിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ IED ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒന്നിലും സ്ഥിരീകരണമില്ല. ആസൂത്രിതമായ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു എന്നതടക്കം സംശയിക്കപ്പെടുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ PAFF ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും വരുന്നുണ്ട്. എന്തായാലും വിശദ അന്വേഷണം നടക്കും. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന കാർ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് വിവരം. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായിരുന്നു. ഹാപൂരിൽ നിന്നും ഡോക്ടർ ഷഹീനുമായി ബന്ധമുള്ള ഡോക്ടർ ഫറൂഖാണ് പിടിയിലായത്. അൽഫല സർവകലാശാലയിലെ 4 പേരും പിടിയിലായിട്ടുണ്ട്. ഹാപൂരിലും നുഹുവിലും പരിശോധന തുടരുകയാണ്. തുർക്കിയിൽ പോയ ഡോക്ടർക്കായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഡോക്ടർ ഷഹീൻ സയ്യിദ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ ആഫിറ ബീവിയുമായി ഡോക്ടർ ഷഹീൻ അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജെയ്ഷിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മൊമിനാത്തിന്റെ ഇന്ത്യൻ വിഭാഗം രൂപീകരിക്കാനുള്ള ചുമതല ഡോക്ടർ ഷഹീൻ ആയിരുന്നുവെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അറസ്റ്റിലായ ഫരീദാബാദ് അൽഫല സർവകലാശാല ഡോക്ടർ അദീലിന്റെ സഹോദരൻ മുസഫറിനും പാക് ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. ഡോക്ടർ അദീൽ അറസ്റ്റിലായതിന് പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായാണ് റിപ്പോർട്ട്. ഇയാൾക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിട്ടുണ്ട്. മുസഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചേക്കുമെന്നും സൂചനയുണ്ട്.